ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് ജോസഫിൻ്റെ കളിയാക്കൽ കേട്ടിട്ട് വിക്രം ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ജോസഫ് പറയാണ്, നമുക്ക് എന്തായാലും ഇവൻ്റെ കല്യാണത്തിന് പോയേ മതിയാകുള്ളൂ. കാരണം രണ്ട് കുടുംബക്കാരുടെയും അനുഗ്രഹത്തോടു കൂടിയുള്ള കല്യാണമാണ്. തീർച്ചയായും നമ്മളതിൽ പങ്കെടുത്തേ മതിയാകുള്ളൂ എന്നിട്ട് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ശ്രീകാന്തിനെയാണ്. റോഡ് സൈഡിലായിട്ട് ശ്രീകാന്ത് ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് മറ്റൊരു വണ്ടിയിലെത്തുന്നത് നമ്മുടെ വർഷയുടെ അച്ഛനാണ്. അപ്പോൾ വർഷയുടെ അച്ഛൻ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, എന്താ ശ്രീകാന്ത്, എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ വെച്ച് പറയാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ, പിന്നെ എന്താ ഇവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നടക്കുന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ കാണുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ കാണുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ പറഞ്ഞിട്ട് കാര്യം, അത് മുളയിലേ നുള്ളണമായിരുന്നു. നീയും അതുപോലെ തന്നെ ശങ്കരനും അത് ചെയ്തില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ്. അങ്ങനെ വിട്ട് കളയാൻ പറ്റില്ലല്ലോ അച്ഛാ എന്ന് പറയുകയാണ് കേട്ടോ ശ്രീകാന്ത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലുള്ളവനോട് വേറെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അവനൊട്ടും കല്യാണവും കഴിക്കുന്നില്ല, അവൻ ഇപ്പോഴും വേദയെ മാത്രമേ തൻ്റെ ഭാര്യയെ കണക്കാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്, കോങ്ങൻ എന്ന് പറഞ്ഞിട്ട് മോനെ കളിയാക്കുകയാണ് കേട്ടോ അച്ഛൻ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഞങ്ങളുടെ ആഗ്രഹവും വേദയെ ദർശനമായിട്ട് തന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് തന്നെയാണെന്ന് പറയാണ്. ഇനി അതിന് എന്ത് ചെയ്യാൻ പറ്റും, മാത്രമല്ല അവരൊരു കുടുംബജീവിതം ജീവിക്കുമ്പോൾ നമുക്ക് അതിനൊന്നും സാധിക്കില്ല ഇനിയെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയണ, ഇല്ല അച്ഛാ, അവർ ഒരുമിച്ച് ജീവിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല എന്ന് പറയാണ്. അത് നിനക്ക് എങ്ങനെ അറിയാം, നീ കണ്ടോ ചോദിക്കുന്നുണ്ട് അച്ഛൻ. ഇല്ലച്ചാ, പറഞ്ഞു കേട്ടു അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയുന്നതെന്ന്. പിന്നെ ഈ ഒരു കാര്യം ഇവിടെ സംസാരിക്കാൻ കാരണം മറ്റാരും ഇത് അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല വീട്ടിലെ സ്ത്രീകൾ അറിഞ്ഞു പിന്നീട് വലിയ പ്രശ്നമാകുമെന്ന് പറയാണ്. അപ്പോൾ എന്താ നീ ഉദ്ദേശിക്കുന്നത്, അവനെ തട്ടാൻ വല്ല പ്ലാനാണോ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അതേ അച്ഛാ എന്ന് പറയാണ് നമ്മുടെ ശ്രീകാന്ത്. എന്താണ് ഈ അങ്ങനെ പറയുന്നത് ചോദിക്കുമ്പോൾ, അതല്ലാതെ വേറൊരു മാർഗ്ഗവും അച്ഛാ, വേദയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ അതൊരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ. ആദ്യമൊക്കെ അവൾ കുറച്ച് കരയായിരിക്കും, പിന്നീട് ദർശന തന്നെ കല്യാണം കഴിക്കാൻ അവൾ സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ അത് തന്നെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ശ്രീകാന്ത് പറയും അച്ഛനോട്. അപ്പോൾ അച്ഛൻ, നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പുണ്ട്, അതിനെ പറ്റിയ ആൾക്കാരൊക്കെ എനിക്കുണ്ട്, പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരു പേടി, അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണെന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയാണ്, നല്ല ചങ്കറപ്പുള്ള ആൾക്കാരുണ്ടെങ്കിൽ നീ ചെയ്തോ, ഞാൻ എൻ്റെ കൂടെ ഉണ്ടാകും, കേസും കൂട്ടമൊന്നും ആവാതെ ശ്രദ്ധിക്കണമെന്നും അച്ഛൻ ശ്രീകാന്തിനോടായിട്ട് പറയാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ ബൈക്കിൽ. അപ്പോൾ വീട്ടിൽ 2-3 ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് വിക്രമിനെ കണ്ട് പറയാണ്, ആദ്യത്തെ കല്യാണമോ പറഞ്ഞില്ല, രണ്ടാമത് കല്യാണമെങ്കിലും അറിയിച്ചൂടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കമലാമ്മ വെളിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കമലാമ്മനെ കണ്ടതും ശ്രീകാന്ത് ചോദിക്കുകയാണ്, എന്താ അമ്മ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിനക്ക് മനസ്സിലായില്ലേ, അവരെ കണ്ടിട്ട് പന്തൽ ചെറുതായിട്ട് ഒരു ചെറിയൊരു മണ്ഡപം പോലെ അറേഞ്ച് ചെയ്യാനാണെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, ഞാൻ എത്ര തവണ പറഞ്ഞു ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രം പറയുന്നുണ്ട്. അപ്പോൾ കമലാമ്മ പറയാണ്, ഇത് എൻ്റെ തീരുമാനമല്ല, അച്ചമ്മയുടെ തീരുമാനമാണ്, അച്ചമ്മയാണ് എല്ലാം ചെയ്യുന്നതും തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയാണ്. അച്ചമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ വിക്രം പറഞ്ഞു, അതെനിക്കറിയാമല്ലോ, നിങ്ങൾ എന്തായാലും അവർ വരുത്തുമെന്നും എനിക്കറിയാം, ഈ ഒരു തള്ള എനിക്കൊരു സമാധാനം പറയേണ്ടത് തരില്ല എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയോട് ദേഷ്യം പറയുകയാണ് നമ്മുടെ വിക്രം കേട്ടോ. അപ്പോൾ കമലാമ്മ പറയും, അങ്ങനെയൊന്നും പറയരുത്, അച്ഛന് പോലും വളരെയധികം ബഹുമാനമാണ് അച്ചമ്മയെ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടില്ല അച്ചമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്ത് നല്ലതെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ തോണിൽ ചാരി നിൽക്കുകയാണ് വിക്രം. ആ ഒരു ടൈമിലേക്ക് വിക്രമിൻ്റെ അടുത്തേക്ക് അപ്പുമോൾ ഓടി വരികയാണ് കേട്ടോ. അതിനുശേഷം വിക്രമിനോടായിട്ട് പറയാണ്, നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകാൻ ചെറിയച്ഛനെ എവിടെയെങ്കിലും കൊണ്ടുപോകുമോ കറങ്ങാനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറങ്ങാനോ, ചെറിയച്ഛനും പണിയുണ്ട് മോളെ എന്ന് പറയുമ്പോൾ അകത്തുനിന്ന് വേദ വരികയാണ്. എന്ത് പണി, നിങ്ങൾക്ക് എന്ത് പണിയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് കേട്ടോ. ഒരു പണിയില്ല മോളെ, ചെറിയച്ഛനെ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോൾ പറയാണ്, എന്നാൽ വേദ ചെറിയ എൻ്റെ കൂടെ വരണമെന്ന് പറയാണ് കേട്ടോ. അപ്പം ഞാനോ എന്ന് പറയുമ്പോൾ, എന്നെ നിങ്ങൾ രണ്ടാളല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്, അപ്പോൾ എന്നെ കറങ്ങാണ് നിങ്ങൾ രണ്ടാളും തന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്നും അപ്പുമോള് പറയാണ് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയും, അത് ശരി തന്നെയാണ്, നിങ്ങൾ രണ്ടാൾ തന്നെ കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ, വേഗം പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് എത്തേണ്ടതല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്നാൽ ശ്രീജേച്ചിയും വായു എന്ന് പറയുമ്പോൾ ശ്രീജ പറയും, വേണ്ട, ഞാൻ പിന്നീട് വിശ്വേട്ടൻ്റെ കൂടെ മോളെ വിളിച്ചുകൊണ്ട് പൊക്കോളാം എന്ന് പറയാണ്. അപ്പോൾ അപ്പുമോള് പറയാണ്, ബൈക്കിലല്ലെങ്കിലും എത്ര പേര് പോകും, നമുക്ക് മാത്രം പോകാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോകുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് ബൈക്കിൽ അപ്പുമോളും
അതോടൊപ്പം തന്നെ വേദയും വിക്രമും കൂടെ ഇങ്ങനെ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ അവൻ്റെ ബാക്കിൽ ഒരു ജീപ്പിൽ ഒരു ഒരു ഗുണ്ടനെ പോലൊരാൾ ഇങ്ങനെ കറങ്ങി അവരെ തന്നെ ഫോളോ ചെയ്ത് വരികയാണ് കേട്ടോ. ശേഷം അയാൾ ഫോൺ ചെയ്യുകയാണ്. അത് വേറെ ആർക്കുമല്ല, വർഷയുടെ അച്ഛനൊക്കെയാണ് ഫോൺ ചെയ്യുന്നത്. ശേഷം പറയാണ് വിക്രം എൻ്റെ മുമ്പിലുണ്ട്, ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, കൂടെ വേദയും ഒരു ചെറിയ കുട്ടിയും ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയും, അയ്യോ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ഞാൻ പറയാം, നീ ഇപ്പോൾ അവർ ഫോളോ മാത്രം ചെയ്യ്, സാഹചര്യം കിട്ടുമ്പോൾ ഞാൻ പറയാം, അപ്പോൾ അവന് തട്ടിയാൽ മതി എന്ന് പറയുന്നുണ്ട്. എനിക്കത് മനസ്സിലായി, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവനും പോകുന്നുണ്ട്. അങ്ങനെ അവർ ഫോളോ ചെയ്ത് പോകുന്ന ഗുണ്ടയെയും കാണിക്കുന്നുണ്ട്. ശേഷം ഒരു ഒരു എന്താ പറയുക, കടലിൻ്റെ സൈഡിൽ, ബീച്ചിൻ്റെ സൈഡിലായിട്ട് വണ്ടി നിർത്തുകയാണ് വിക്രം. ശേഷം ആ വണ്ടി ഇറങ്ങിയ ശേഷം അപ്പമോൾ ചോദിക്കുകയാണ്, ചെറിയച്ഛൻ വീണ്ടും എന്തിന് ചെറിയമ്മയെ കല്യാണം കഴിക്കുന്നത്, എന്തിനും 2 തവണ കല്യാണം കഴിക്കുന്നത് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് വിക്രം മോളോട് ചോദിക്കുന്നുണ്ട്. അപ്പം മോള് പറയാണ്, അമ്മ പറഞ്ഞല്ലോ എന്ന് പറയാണ്. നിൻ്റെ അമ്മയ്ക്ക് വട്ടാണെന്ന് പറയാണ് വിക്രം. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊന്നും വട്ടമൊന്നുമില്ല എന്ന് അപ്പം മോള് പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദ പറയാണ്, അയ്യോ മോളെ അങ്ങനെയൊന്നുമില്ല, ചെറിയച്ഛൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ആദ്യം ചെറിയമ്മയെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഭയങ്കര വെപ്രാളമായിരുന്നു. കെട്ട് കഴിഞ്ഞതും എവിടേക്കോ പണിക്ക് പോകണമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കെട്ടത്ര ഉറപ്പായില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും കൂടെ ഉറപ്പിച്ച് കെട്ടാൻ തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾ കുറേ കാലം ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ, അപ്പം നല്ല ഉറപ്പുള്ള ബലത്തിലുള്ള കെട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് രണ്ടാമതും കൂടെ കെട്ടുന്നതെന്ന് പറയാണ്. ഇപ്പം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായി, ചെറിയമ്മ പൊളിയല്ലേ എന്ന് പറയാണ്. കണ്ടോ, കുട്ടികളോട് കുട്ടികളുടെ രീതിയിൽ സംസാരിച്ചാൽ അവരും സന്തോഷിക്കും, കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് നമ്മുടെ വിക്രമനോടായിട്ട് പറയാണ്. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി തരാമെന്ന് പറയാൻ കേട്ടോ വിക്രം വേദയോട്. അപ്പോൾ വേദ പറയാണ്, എനിക്ക് കാര്യങ്ങളൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്, എനിക്ക് യാതൊരുവിധ ഡൗട്ടും ഇല്ല, പക്ഷെ നിങ്ങൾക്കല്ലേ ഇപ്പോൾ ഒന്നും മനസ്സിലാവാത്തതും ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നും പോലും അറിയാതെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോൾ നോക്കിയാലെന്ന് പറയാണ്. ശേഷം നിങ്ങൾ എന്താ വഴക്കൂടാണോ ചോദിക്കുകയാണ്. അപ്പോൾ മോള്, അല്ല ഞങ്ങൾ സംസാരിക്കുകയല്ലേ മോളെ, നീ കേൾക്കുന്നില്ലേ, ഞാൻ ചെറിയച്ഛനോട് തമാശ പറയല്ലേ എന്ന് പറയാണ്. എന്നാൽ ശരി മതി, നമുക്ക് കളിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് മോളെ വിളിക്കുകയാണ്. അപ്പോൾ മോള് കളിക്കാൻ പോകുന്ന സമയത്ത് വേദ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ വേദ പറയാണ്, ഗുണ്ടയായതൊക്കെ മതി, കുറച്ച് നേരമെങ്കിലും കുട്ടികളുടെ കൂടെ കൂടിയിട്ട് കുട്ടിയായി മാറാം, നമുക്ക് പോകാമെന്ന് പറയാണ്. അപ്പോൾ മോള് വിക്രമിനെയും നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വലിച്ചു കൊണ്ടുപോവാണ്. അപ്പോഴേക്കും പിന്നീട് കാട്ടുന്നത് അവർ ഫോളോ ചെയ്ത് വരുന്ന ഗുണ്ടയാണ് കേട്ടോ. അയാൾ ഇങ്ങനെ തന്നെ അവരെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വിക്രമും വേദയും അപ്പുമോളും കൂടെ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ പൊത്തി കളിക്കുകയാണ് കേട്ടോ, കണ്ണ് മൂടിയിട്ട് ഒളിച്ച് കളിക്കുന്ന കളി കാണിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വിക്രം അപ്പുമോളാണെന്ന് കരുതിയിട്ട് നമ്മുടെ വേദയുടെ കൈകറി പിടിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ അപ്പുമോൾ ഒളിയാൻ പോകുന്ന സമയത്ത് ആ ഗുണ്ട മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അത് കണ്ടത് മോൾക്ക് പേടിയായിട്ട് ചെറിയച്ച എന്ന് പറഞ്ഞിട്ട് മോൾ ഓടി പോകുന്നുണ്ട് കേട്ടോ. ശേഷം വിക്രം വേദയുടെ കൈ വിടാണ്. എന്താ മോളെ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്ന് പറഞ്ഞ് കാണിക്കുക. അവർ ആ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. അപ്പോൾ മോളെ അത് നിനക്ക് തോന്നിയതായിരിക്കും, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ നേരം ഒരുപാട് സന്ധ്യയായി കഴിഞ്ഞു. ഇപ്പോൾ അവർ ബൈക്കിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ വിക്രമിനൊരു ഫോൺ കോൾ വരികയാണ് കേട്ടോ. വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ശ്രീനിവാസനായിരുന്നു. ശ്രീനിവാസൻ സാർ എത്രയും പെട്ടെന്ന് വിക്രമിനെ അങ്ങോട്ട് വരാനായിട്ട് പറയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വരണ സാറേ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം വേദികളോട് നിന്ന് ഇറങ്ങാൻ പറയാണ്. അപ്പോൾ എന്താണ് റൂട്ടിലോ ചോദിക്കുമ്പോൾ റൂട്ടിൽ തന്നെയില്ലേ, കാട്ടിലൊന്നുമില്ലല്ലോ സാർ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പോയേ പറ്റുള്ളൂ, ഒരു ഓട്ടോയിൽ നീയും മോളും കൂടെ വീട്ടിലേക്ക് പോകുമോ എന്ന് പറയാണ്. അപ്പോൾ എവിടേക്കാണ് പോകണം, ആ നേതാവിനെ കാണാനായിരിക്കില്ലേ എന്ന് പറയണം. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല എന്ന് വിക്രം പറയുമ്പോൾ, ബോധ്യപ്പെടുത്തണം, വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും ചോദിക്കില്ലേ, അപ്പോൾ ഞാൻ അവരോട് എന്ത് മറുപടിയെ പറയാമെന്ന് പറയണം. നീ എന്തെങ്കിലും എന്തായാലും ഇറങ്ങുമെന്ന് പറയാണ്. അപ്പോൾ അപ്പമോൾ പറയാണ്, ചെറിയച്ഛൻ പെട്ടെന്ന് വരണം കേട്ടോ, ചെറിയച്ഛൻ വന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയാണ്, കുട്ടികളെ പറ്റിക്കാൻ പറ്റില്ല, പറഞ്ഞ വാക്ക് പാലിക്കണം, അല്ലെങ്കിൽ മോള് ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങുമെന്ന് പറയാണ്. ഞാൻ എത്തിക്കോളാം മോളെ എന്ന് വിക്രം മോളോട് പറയാണ്. ശേഷം വഴിയിൽ വരുന്ന ഒരു ഓട്ടോ അവർക്കായിട്ട് വിളിച്ചിട്ട് അവരെ അതിൽ കയറ്റി വിടാണ് കേട്ടോ വിക്രം. ശേഷം വിക്രം നേതാവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ വേദയും മോളും കൂടെ വീട്ടിലേക്കും പോവാണ്. പിന്നീട് കാണിക്കുന്നത് വീട്ടിൽ ഇതേ ടൈമിൽ കമലാമ്മയുടെ അയൽപ്പക്കത്തിലെ തങ്കം എന്നൊരു സ്ത്രീയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ കമലി വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടും, ആദ്യം കഴിഞ്ഞപ്പോൾ എന്താണ് വിവാഹമല്ലേ, അപ്പോൾ ഇത്രയും കാലം ആ കുട്ടി ഇവിടെ ഇരുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താ ആൾക്കാർ ചോദിക്കാനുള്ളത്, അവൻ്റെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചു, ഇതെല്ലാവരും ഇപ്പോഴാണ് സമ്മതിക്കുന്നത്, അപ്പോൾ ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിന് അവൻ്റെ കല്യാണം കാണാൻ വേണ്ടി വിവാഹം കഴിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ, ഇതിലിപ്പോൾ നാട്ടുകാർക്ക്
കയ്യിൽ എന്താ പറയാനുള്ളതെന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് തങ്കത്തിനത് രസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ തങ്കം പറയണം, എന്താ അല്ലെങ്കിൽ നാട്ടുകാർക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ചിലവിലല്ലല്ലോ നാട്ടുകാർ ജീവിക്കുന്നത്, അതുപോലെ തന്നെയല്ലേ. അപ്പോൾ കമല പറയാണ്, അതുപോലെ അവരുടെ ചിലവിൽ ഞങ്ങളും ജീവിക്കുന്നില്ലല്ലോ എന്ന് പറയണം. തങ്കത്തിന് അപ്പോൾ രസിക്കുന്നില്ല ഈ സംസാരമൊന്നും. അപ്പോൾ തങ്കം ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് നന്ദിനി അങ്ങോട്ട് വരികയാണ്. എന്താണ് തങ്കിടത്തി പോകുകയാണോ ചോദിക്കുമ്പോൾ, ഞാൻ പോട്ടെ, എന്തിന് അനാവശ്യമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകുകയാണ്. അപ്പോൾ തങ്കം വെളിയിലേക്ക് വന്നതും നമ്മുടെ വേദയും മോളും വീട്ടിനകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ എന്താണ്, എവിടെ പോയാണ്, ഇത്രയും രാത്രി ആയല്ലോ എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഞങ്ങളൊന്ന് കറങ്ങാൻ പോയതാണെന്ന് പറയാണ്. ഈ രാത്രി എന്ന് പറയുമ്പോൾ നട്ടുച്ചയ്ക്ക് ആരും പോകില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേദ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി, എന്തോ ചെയ്യുന്നു പറഞ്ഞിട്ട് തങ്കം പോകുന്നുണ്ട്. അപ്പോൾ ഇവർ വരുന്നത് കണ്ടിട്ട് എല്ലാവരും വളരെ സന്തോഷിക്കുകയാണ്. അപ്പോഴേക്കും കമലാമ്മ ചോദിക്കണം, അവൻ എവിടെ, അവനെ കാണുന്നില്ലല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും നന്ദിനി പറയും, വഴിയിൽ ഇറക്കി വിട്ടതായിരിക്കും എന്ന് പറയണം കേട്ടോ. അപ്പോൾ അവൻ എന്താ പഴയതുപോലെ തന്നെ ആയോ, നിങ്ങൾ വഴിയിൽ ഇറക്കി വിട്ടോ എന്ന് ചോദിക്കുകയാണ്. അല്ലാമേ, ഞാനാണ് പോകാൻ പറഞ്ഞത്, ഒരു സാറിൻ്റെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാ ശരി, നിങ്ങൾ പൊയ്ക്കോളും, ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണെന്ന് പറയുകയാണ് കേട്ടോ. നീ പറയുന്നതൊക്കെ അവൻ കേൾക്കാനായോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി കളിയാക്കാണ്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കും, ഞങ്ങളോട് എന്ത് രസമായിട്ടെന്ന് പറയുക വിക്രം ഇരുന്ന് കളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വേദ പറയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പമോൾ പറയാണ്, അതേ ഒളിഞ്ഞു കളിക്കുമ്പോൾ ഞാനാണെന്ന് കരുതിയിട്ട് ചെറിയമ്മയെ കെട്ടിപ്പിടിച്ചു എന്ന് പറയാനായിട്ട് അത് കേട്ടിട്ട് എല്ലാവരും ചിരിക്കുകയാണ് കേട്ടോ. ശേഷം ശ്രീജ വാമോളെ നിന്നെ കുളിപ്പിച്ചു തരാമെന്ന് പറയുമ്പോൾ കമലാമ്മ പറയും, ഞാൻ കുളിപ്പിച്ചു കൊടുത്തോളാം, നീ അടുക്കളയിൽ ചെല്ലി ശ്രീജ എന്ന് പറഞ്ഞിട്ട് ശ്രീജ അടുക്കളയിലേക്ക് പോകാൻ പറയുകയാണ്. ശേഷം കമലാമ്മ മോളെയും കൂട്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നന്ദിനി വേദയോട് ചോദിക്കുകയാണ്, അപ്പോൾ നീ ഉറപ്പിച്ചിട്ട് തന്നെ ഇരിക്കുകയാണ്, 21-ാം തീയതി നിൻ്റെ കല്യാണം നടക്കുന്നു പറഞ്ഞിട്ടാണോ നീ ഇരിക്കുന്നത് പറയാൻ കേട്ടോ. അതിലിപ്പോൾ എന്താ ഡൗട്ട്, വേണമെങ്കിൽ അന്ന് സദ്യക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ നന്ദിനിക്ക് 2 ഗ്ലാസ് പായസം ഞാൻ എക്സ്ട്രാ തരാൻ തന്നെ പറയാമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ബെറ്റിനുണ്ടോ എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ നന്ദിനി നിൽക്കുകയാണ് കേട്ടോ. ശേഷം വേദ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ നന്ദിനി പറയാണ്, ഇനി ശരിക്കും ഇവിടെ അവനെ കുപ്പിയിലാക്കിയിട്ടുണ്ടാവുമോ എന്തോ എന്ന് പറയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയാണ്. വിക്രം വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിക്രമിനെ ഫോളോ ചെയ്തുകൊണ്ട് ബാക്കിൽ കാറിൽ ഇപ്പോൾ ആ ഗുണ്ടയും അതോടൊപ്പം തന്നെ ശ്രീകാന്തും വർഷയുടെ അച്ഛനും ഉണ്ട് കേട്ടോ. അവർ 3 കൂടെ പോവുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, കുറേ നേരമല്ലോ ഇങ്ങനെ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു, വേഗം അങ്ങോട്ട് ഇടിക്കുകയെന്ന് പറയണം. എനിക്ക് ഇടിക്കുകയാണെന്നും കുഴപ്പമില്ല, പിന്നീട് നിങ്ങളുടെ പേരിൽ കേസാവുള്ളൂ, ആൾക്കാരിനെ വിളിച്ച് ചെയ്താലെന്ന് പറയാണ്. അപ്പോൾ വർഷയുടെ അച്ഛൻ പറയാണ്, CCTV ഒന്നും ഇല്ലാതെ ആൾക്കാർ ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വിവരമുണ്ടെന്ന് പറഞ്ഞിട്ട് വർഷയുടെ അച്ഛനെ നോക്കി ആ ഗുണ്ട പറയുന്നുണ്ട്. പിന്നീട് അങ്ങനെ ഒരു സ്ഥലം ഒരു കാണുമ്പോൾ അവിടെ വെച്ചിട്ട് വിക്രമിൻ്റെ വണ്ടിയിലേക്ക് ഒറ്റയടി ഇടിക്കുകയാണ്. വിക്രം അങ്ങനെ തെറിച്ച് ഓടൻ്റെ ഒരു സൈഡിൽ പോയിട്ട് വീഴുകയാണ് കേട്ടോ. ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവർ 3 വിക്രമിൻ്റെ അടുത്തേക്ക് വരികയാണ്. വർഷയുടെ അച്ഛൻ മൂക്കിൻ്റെ അടുത്ത് കൊണ്ട് വിരൽ വെച്ചിട്ട് ജീവനുണ്ടോ എന്ന് ഉറപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഗുണ്ട തൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ നിന്നും വലിയൊരു കത്തി എടുത്ത്, അതായത് അരിവാൾ എടുത്തിട്ട് ഇങ്ങനെ വീശാനായിട്ട് നിൽക്കുന്നപ്പോൾ വർഷയുടെ അച്ഛൻ പറയും വേണ്ട എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്താണ്, തീരട്ടെ, എല്ലാം കഴിയുമല്ലോ, ഏതെങ്കിലും ഗുണ്ട വെട്ടിയതാണെന്ന് പറയുന്നോളും പറയാണ്. അപ്പോൾ വേണ്ട, നീ എന്ത് വിചാരിച്ചു, കേരള പോലീസ് എന്താ ഉണ്ണാക്കന്മാരാണെന്ന് കരുതിയോ, അവർ കണ്ടെത്തി വന്നാൽ നമ്മളെല്ലാവരും കുടുങ്ങും, ഇതിപ്പോൾ ഇവിടെ ആരും വരാൻ പോകുന്നില്ല, ഇവിടെ കിടന്ന് ചോര വാർന്ന് അവൻ മരിച്ചോളും, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ കിടക്കുന്ന വിക്രമിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. താങ്ക്